മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനും കർക്കശക്കാരനായ ഭരണാധികാരിയും ജനകീയനായ നേതാവുമായിരുന്ന അജിത് പവാർ ഇനി ഓർമ്മ മാത്രം. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2026 ജനുവരി 28-ന് ബാരാമതിയിൽ വെച്ചുണ്ടായ ദാരുണമായ വിമാന അപകടത്തിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി 8ാം തവണയും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അജിത് പവാറിൻ്റെ വിയോഗം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വിവാദങ്ങളും വികസനവും ഒരുപോലെ കൊണ്ടു നടന്ന അദ്ദേഹം ദാദ എന്ന വിളിപ്പേരിൽ ജനങ്ങൾക്കിടയിൽ എന്നും സജീവമായിരുന്നു. മഹാരാഷ്ട്രയുടെ വികസന ചരിത്രത്തിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ അജിത് പവാറിൻ്റെ ജീവിതത്തിലേക്കും രാഷ്ട്രീയ വഴികളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. 1959 ജൂലൈ 22-ന് അഹമ്മദ്നഗർ ജില്ലയിലെ ദിയോലാലി പ്രവരയിലാണ് അജിത് അനന്തറാവു പവാർ ജനിച്ചത്. പ്രശസ്തനായ ശരത് പവാറിൻ്റെ ജ്യേഷ്ഠൻ അനന്തറാവു പവാറിൻ്റെയും ആശാതായ് പവാറിൻ്റെയും മകനായിരുന്നു അദ്ദേഹം. പിതാവിൻ്റെ ആകസ്മിക മരണത്തെ തുടർന്ന് കുടുംബത്തെ സഹായിക്കാനായി കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അജിത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറയിട്ടു. തൻ്റെ പിതൃ സഹോദരനായ ശരത് പവാറിൻ്റെ പാത പിന്തുടർന്ന് 1982-ൽ സഹകരണ മേഖലയിലൂടെയാണ് അജിത് പവാർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു സഹകരണ പഞ്ചസാര ഫാക്ടറിയുടെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു തുടക്കം. പിന്നീട് 1991-ൽ പൂനെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ പദവിയിൽ 16 വർഷത്തോളം തുടർന്നു. സഹകരണ മേഖലയിലെ ഈ നീണ്ട അനുഭവ സമ്പത്താണ് മഹാരാഷ്ട്രയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം നൽകിയത്. 1991-ൽ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് അജിത് പവാർ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. എന്നാൽ നരസിംഹറാവു മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ശരത് പവാറിന് മത്സരിക്കാനായി അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു. തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 7 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ തുടർച്ചയായി 1995, 99, 2004, 2009, 2014 വർഷങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചത്. സുധാകർ റാവു നായിക്, ശരത് പവാർ, സുശീൽ കുമാർ ഷിൻഡെ, വിലാസ് റാവു ദേശ്മുഖ്, അശോക് ചവാൻ, പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫട്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ എന്നിങ്ങനെ വ്യത്യസ്ത മുഖ്യമന്ത്രിമാർക്ക് കീഴിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അജിത് പവാർ ഭരണതലത്തിൽ തൻ്റെ കാര്യക്ഷമത തെളിയിച്ചു. ജലസേചനം, ഗ്രാമവികസനം, ഊർജം, ധനകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിൽ പേരുകേട്ട വ്യക്തിയായിരുന്നു. അജിത് പവാറിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നും അപ്രതീക്ഷിത നീക്കങ്ങൾ നിറഞ്ഞതായിരുന്നു. 2019 നവംബറിൽ BJPയുമായി ചേർന്ന് അദ്ദേഹം നടത്തിയ നീക്കം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ 80 മണിക്കൂറിനുള്ളിൽ ആ സർക്കാർ രാജിവെച്ചു. തുടർന്ന് NCPയിലേക്ക് തിരികെ എത്തിയ അദ്ദേഹം ശിവസേനയും കോൺഗ്രസും NCPയും ചേർന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഉപമുഖ്യമന്ത്രിയായി. എങ്കിലും 2023-ൽ NCPയിൽ പിളർപ്പുണ്ടാക്കി അദ്ദേഹം നടത്തിയ നീക്കം ഏറ്റവും നിർണായകമായിരുന്നു. ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞ് ഭൂരിഭാഗം MLAമാരുമായി അദ്ദേഹം ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ ചേരുകയും ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCPയായി അംഗീകരിക്കുകയും പാർട്ടി ചിഹ്നമായ ക്ലോക്ക് അനുവദിക്കുകയും ചെയ്തു. വികസന നായകനെന്ന ഖ്യാതിക്കൊപ്പം തന്നെ അജിത് പവാർ ഒട്ടേറെ വിവാദങ്ങളിലും ഉൾപ്പെട്ടിരുന്നു. ജലസേചന മന്ത്രിയായിരിക്കെ ലവാസ പ്രോജക്ട്സിന് വഴിവിട്ട സഹായങ്ങൾ നൽകി എന്ന ആരോപണവും ജലസേചന പദ്ധതികളിലെ അഴിമതി ആരോപണങ്ങളിലും, അതായത് 70,000 കോടി രൂപയുടെ അഴിമതി ആരോപണം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. വരൾച്ചാ സമയത്ത് ഡാമിലെ ജലനിരപ്പിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം വലിയ ജനരോഷം വിളിച്ചു വരുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ പരസ്യമായി മാപ്പ് പറയുകയും അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ അതിവേഗം തീരുമാനങ്ങൾ എടുക്കുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അജിത് പവാർ. രാവിലെ 7 മണിക്ക് തന്നെ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി പ്രശസ്തമായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങൾ നീക്കി പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. ജനതാ ദർബാറുകൾ വഴി സാധാരണക്കാരുമായി സംവദിച്ചിരുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥരോട് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മടിച്ചിരുന്നില്ല. നടക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രം വാക്ക് നൽകുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബാരാമതി എന്ന മണ്ഡലത്തെ ഒരു മാതൃകാ വികസന മണ്ഡലമായി മാറ്റിയതിൽ അജിത് പവാറിൻ്റെ പങ്ക് നിസ്തുലമാണ്. അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മഹാരാഷ്ട്രയുടെ കാർഷിക വ്യാവസായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ശരത് പവാറിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന അദ്ദേഹം ആധുനിക മഹാരാഷ്ട്രയുടെ ശില്പികളിൽ ഒരാളായി സ്വയം അടയാളപ്പെടുത്തി.
2024 ഡിസംബർ മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തുടരവെയാണ് 2026 ജനുവരി 28-ന് ബാരാമതിയിൽ വെച്ച് വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. സ്വന്തം മണ്ഡലത്തിലേക്കുള്ള യാത്രക്കിടെയുണ്ടായ ഈ ദുരന്തം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അണികളെയും പൊതുജനങ്ങളെയും കണ്ണീരിലാഴ്ത്തി. സുനേത്ര പവാർ ആണ് ഭാര്യ. ജയ് പവാർ, പാർത്ഥ് പവാർ എന്നിവർ മക്കളാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരതയാർന്ന സാന്നിധ്യമായിരുന്ന അജിത് പവാറിന്റെ വിയോഗം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്ന, എന്നാൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്ന ദാദയുടെ ഓർമ്മകൾ മഹാരാഷ്ട്ര ജനതയുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.